രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങളും തീവ്രവാദങ്ങളും നടത്തി അട്ടിമറികൾക്കും ഇസ്ലാമിക വൽക്കരണത്തിനുമുള്ള നീക്കങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പോപ്പുലർ ഫ്രണ്ട് എന്ന ഭീകര സംഘടനയെയും അവരുടെ പോഷക സംഘടനകളെയും കേന്ദ്ര സർക്കാർ നിരോധിച്ചത് അതിനിർണായകമായ ഒരു ഘട്ടത്തിലായിരുന്നു. അതിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാരെല്ലാം പുറംവെട്ടം കാണാനാകാത്ത വിധത്തിൽ കാരാഗൃഹത്തിൽ അടയ്ക്കപ്പെട്ടതോടെ കേന്ദ്ര ഏജൻസികൾ ആ അധ്യായം അടച്ചുവെന്നും ഭരണം മാറുന്നതോടെ തിരികെ കളത്തിലിറങ്ങാം എന്നും കരുതിയവരുടെ ധാരണകളെ തിരുത്തിക്കൊണ്ട് NIA കർശനമായ നീക്കങ്ങളുമായി മുന്നോട്ട് പോകുകയാണ്. ഇരിക്കുന്ന കൊമ്പ് മുറിക്കുന്ന തരത്തിൽ ഇന്ത്യയിൽ ഭീകരപ്രവർത്തനങ്ങൾ നടത്താൻ പോപ്പുലർ ഫ്രണ്ടിന് വലിയ തുക സംഭാവനയായി നൽകിയ 10,000-ഓളം മലയാളികളുടെ പേരും അക്കൗണ്ട് വിവരങ്ങളും NIAക്ക് EDയിൽ നിന്ന് ലഭിക്കുകയും ഇവരിൽ നിന്ന് പണം സ്വീകരിച്ച UAE, കർണാടക, കേരളം ആസ്ഥാനമായുള്ള സിൻഡിക്കേറ്റ് വഴി ബീഹാറിലെ PFI കേഡറുകളിലേക്ക് അനധികൃത പണം എത്തിച്ച ഇടനിലക്കാരനായ PFI കേഡർ മുഹമ്മദ് സജാദ് ആലമിനെ NIA അറസ്റ്റ് ചെയ്യുകയും ചെയ്തത് ഗൾഫ് രാജ്യങ്ങളിലിരുന്ന PFIക്ക് വേണ്ടി അവിശ്രാന്തം പണിയെടുത്തവരെ കനത്ത ഭീതിയിലാഴ്ത്തിയിരിക്കുകയാണ്. തങ്ങളുടെ അക്കൗണ്ടുകൾ NIA കണ്ടെത്തിയെന്നും നാട്ടിലേക്ക് പോയാൽ അറസ്റ്റിലാകുമെന്നും ബോധ്യമായ മലയാളികളായ ഈ പ്രതികൾ കുടുംബാംഗങ്ങളെ അടക്കം ഗൾഫ് രാജ്യങ്ങളിൽ എത്തിച്ചിരിക്കുകയാണ്. ഇങ്ങനെ PFIക്കായി കുഴൽപ്പണ ഇടപാടുകളിൽപ്പെട്ട 13,000-ഓളം പേരാണ് ഗൾഫിൽ നിന്ന് നാട്ടിൽ വരാൻ കഴിയാതെ പേടിച്ചിരിക്കുന്നത്. അതിൽ 10,000 പേരും മലയാളികളാണെന്നാണ് കേരളത്തിന് തിലകച്ചാർത്തായിരിക്കുന്നത്. ED NIAക്ക് കൈമാറിയ NRI അക്കൗണ്ട് വിവരങ്ങളിലെ വിവരങ്ങൾ അന്വേഷണ സംഘം പുറത്തു വിട്ടിട്ടില്ലാത്തതിനാൽ, ആരൊക്കെയാണ് പ്രതികളെന്നറിയാൻ കഴിയാത്തതിനാൽ, എയർപോർട്ടിൽ വന്നിറങ്ങുമ്പോഴായിരിക്കും പിടിവീഴുക എന്നതിനാൽ PFI തീവ്രവാദികളുമായി അവിഹിത ഇടപാടുകൾ നടത്തിയവരുടെ ബന്ധുക്കളെല്ലാം ആശങ്കയിലാണ് ഇപ്പോൾ കഴിയുന്നത്. സിദ്ദീഖ് കാപ്പൻ്റെയും റൌഫ് ഷെരീഫിൻ്റെയും ഭാര്യമാരുടെയും ബന്ധുക്കളുടെയും അക്കൗണ്ടുകളിലേക്ക് പണം അയച്ചവരും ലിസ്റ്റിലുണ്ട്. ബീഹാറിലെ ഈസ്റ്റ് ചാമ്പാരൻ ജില്ലക്കാരനായ മുഹമ്മദ് സജാദ് ആലമിനെ ശനിയാഴ്ച ദുബായിൽ നിന്ന് വരുമ്പോൾ ദില്ലി ഇന്ദിരാഗാന്ധി ഇൻ്റർനാഷണൽ വിമാനത്താവളത്തിൽ ഇറങ്ങിയ ഉടനെ കാത്തുനിന്ന ദേശീയ അന്വേഷണ ഏജൻസി തൂക്കിയെടുക്കുകയായിരുന്നു. പോപ്പുലർ ഫ്രണ്ടിൻ്റെ പരിശീലന പരിപാടികൾ പൂർത്തിയാക്കി ഇറങ്ങിയ ഭീകരനായ ഇയാൾക്കെതിരെ മുമ്പ് തന്നെ പാട്നയിലെ NIA കോടതി ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചതാണ്. ഇന്ത്യയിലെ സമാധാന അന്തരീക്ഷം തകർക്കാനും രാജ്യത്തെ വിവിധ മതങ്ങൾക്കിടയിൽ വൈരാഗ്യബോധം വളർത്താനും പോപ്പുലർ ഫ്രണ്ട് കേഡർമാർ ഗൂഢാലോചന നടത്തി എന്നതടക്കം രാഷ്ട്രവിരുദ്ധ വിധ്വംസക പ്രവർത്തനങ്ങൾക്കായി പോപ്പുലർ ഫ്രണ്ട് കേഡർമാർക്കുള്ള പങ്ക് ഉറപ്പായതിനെ തുടർന്ന് 2022 ബീഹാറിലെ ഫുൽവാരി ഷെരീഫ് പോലീസാണ് അവർക്കെതിരെ ആദ്യ കേസ് രജിസ്റ്റർ ചെയ്തത്. ഇതിലെ പ്രധാന പ്രതികളെ 4 ദിവസത്തെ ട്രാൻസിസ്റ്റ് റിമാൻഡ് ചെയ്തിരിക്കുകയാണ് ഇപ്പോൾ ദില്ലി കോടതി. ഈ കേസിലെ പ്രധാന പ്രതിയാണ് ദില്ലിയിൽ വെച്ച് പിടിയിലായ ആലം. ഇയാളെ ഈ 9-ന് പട്നയിലെ NIA കോടതിയിൽ ഹാജരാക്കുമെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. ഫുൽവാരി ഷെരീഫ് കേസിലെ മറ്റ് 17 പ്രതികളെ ഇതിനകം NIA അറസ്റ്റ് ചെയ്യുകയും കുറ്റപത്രം സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. മതേതര ജനാധിപത്യ നയങ്ങളിൽ ഊന്നി ശക്തമായി മുമ്പോട്ട് പോകുന്ന ഇന്ത്യയിലെ ശാന്തമായ അന്തരീക്ഷം തകർക്കാനും ഇന്ത്യക്കെതിരെ ആഗോള ഭീകരവാദികൾ ശ്രദ്ധ ചെലുത്തുന്നതിന് ഉതകുന്ന വിധത്തിൽ അരക്ഷിതാവസ്ഥ സൃഷ്ടിക്കാനും പോപ്പുലർ ഫ്രണ്ട് മെനഞ്ഞെടുത്ത കുടില തന്ത്രങ്ങളുടെ ബദൽ രേഖയായ വിഷൻ ഇന്ത്യ 2047 അവർ ആവിഷ്കരിച്ചത് മുഴുവൻ ഇന്ത്യയെ ഇസ്ലാമികവൽക്കരിക്കുവാനും ഇവിടെ ശരീഅത്ത് ഭരണം സ്ഥാപിക്കുവാനുമുള്ള ശ്രമങ്ങളായിരുന്നു. ഇവരുടെ ഐഡിയോളജി മുമ്പോട്ട് കൊണ്ടുപോകാൻ പ്രധാനമായും അവർ അവലംബിച്ചത് ക്രിമിനൽ മാർഗങ്ങളെ ഉപയോഗിക്കുക എന്നത് തന്നെയായിരുന്നു. ഇതറിഞ്ഞ കേന്ദ്ര സർക്കാർ തക്ക സമയത്ത് ഇടപെട്ടില്ലായിരുന്നുവെങ്കിൽ രാജ്യത്തിൻ്റെ അവസ്ഥ മറ്റൊന്നാകുമായിരുന്നു എന്നാണ് പുതിയ സംഭവ വികാസങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്.